പഠിച്ചിട്ടുണ്ടായി, പക്ഷെ എക്സാം എഴുതാൻ പറ്റിയില്ല. കുഞ്ഞു പാവയൊക്കെ കാണുമ്പോൾ എനിക്കത് വേണം തോന്നുവാണ്, ഞാൻ തന്നെ അത് തുന്നിയെടുക്കുമായിരുന്നു. സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണ്. എത്ര വലിയ ഗൗണാണെങ്കിലും 13 വരെ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പൊ ഇതാ ആഗ്രഹം, വേഗം വീട് വെക്കണം, വീട് പണി തീർക്കണം, അത് എന്റെ കശത്ത് തന്നെ ആയിരിക്കണം. ഈ ചെറിയൊരു ഈ രണ്ട് മെഷീൻ വെച്ചിട്ട് മോൾക്ക് അത്ര സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഹലോ, നമസ്കാരം. മോൾക്ക് എന്നെ അറിയാം, എങ്കിലും ഒഫീഷ്യലായിട്ട് ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. എൻ്റെ പേര് നിബു, ഉഷ സോയിങ് മെഷീൻസിന്റെ റീജിയണൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മോളെ എല്ലാവർക്കും അറിയാം, എല്ലാ ആളുകൾക്കും അത്രയധികം ഫേമസ് ആയിട്ടുള്ള ആളാണ് മോള്. അപ്പൊ മോളെ ഒരു ഒഫീഷ്യലായിട്ട് ഒന്ന് പരിചയപ്പെടുത്തു. എന്റെ പേര് കൃഷ്ണപ്രിയ, ഞാൻ എരമല്ലൂരിന്നാ വരുന്നത്. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആണ്, അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ് മോള് ചെയ്യുന്നത്? വെഡിങ് ഗൗണിന്റെ. ഗൗൺ മാത്രമാണോ ചെയ്തോണ്ടിരിക്കുന്നത്? ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ് മോള്? ഇപ്പൊ പഠിക്കണം, ഒന്നും കൂടി പഠിക്കണം. മുമ്പ് ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായി, പക്ഷെ എക്സാം എഴുതാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് ഒന്നും കൂടി പഠിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വേണമല്ലോ. സർട്ടിഫിക്കറ്റ് വേണം, അതിന്റെ ആവശ്യത്തിന് വേണം. അപ്പൊ ബുട്ടിക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും മോള് നടത്തുന്നുണ്ടോ? അതെയോ? ഇല്ല, എന്നാ വീട്ടിൽ തന്നെ ചെയ്യണം. ഓൺലൈനായിട്ടല്ല, കൊറിയർ അയച്ചു കൊടുക്കും. അത് ശരി. ഇപ്പൊ എത്ര വർഷമായി മോള് ഈ പറയുന്ന ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് എത്തിയിട്ട്? ഞാൻ ഒരു കൊറോണ ടൈം ആയപ്പോഴായിരുന്നു തുടങ്ങിയിട്ടാണ് സ്റ്റിച്ചിങ് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പേ ചെയ്യുമായിരുന്നു. വെച്ചെന്നാല് ഇപ്പൊ ഒരു കുഞ്ഞു പാവയൊക്കെ കാണുമ്പോൾ എനിക്കത് വേണം തോന്നുവാണ്, ഞാൻ തന്നെ അത് തുന്നിയെടുക്കുമായിരുന്നു. കൈ കൊണ്ട് തുന്നിയെടുക്കുക. പക്ഷെ വീട്ടിലൊന്നും അധികം അതറിയത്തില്ല. പക്ഷെ കൊറോണ ടൈം ആയപ്പോ എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ആ ടൈമിന് ഞാൻ സ്റ്റിച്ച് കൈ കൊണ്ട് തന്നെ ആ ടൈമിൽ ചെയ്തോണ്ടില്ല. അപ്പൊ എല്ലാരും കാണുമായിരുന്നു ആ ടൈമിന്. അതായത് കുട്ടി പാവയ്ക്ക് ഡ്രസ്സുകള് ഇല്ല, പാവ ഉണ്ടാക്കും. ഇപ്പൊ എന്താ മുണ്ടൊക്കെ മുറിച്ചിട്ട് റൗണ്ടി കട്ട് ചെയ്ത് തുന്നി അതിന്റെ ഉള്ളില് ചെറിയ ചീത്ത തുണിയൊക്കെ വെച്ചിട്ട് പിന്നെ കൈയും കാലം അങ്ങനെ കുഞ്ഞില്ല. അതെന്തോ 10 കൊണ്ടൊക്കെയാ തോന്നണം ആ ടൈമിന്. അത് കഴിഞ്ഞിട്ട് +2 ഒക്കെ ആയപ്പോഴാ കൊറോണ ആ സമയം. ആ ടൈമിന് എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഒരു ബോൾ ഗൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇടാൻ ഇഷ്ടമാണ് ആ ടൈമിന്. പക്ഷെ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ. ഞാൻ യൂട്യൂബ് നോക്കി സ്റ്റിച്ച് ചെയ്ത് അത് ആദ്യമായിട്ട് മറ്റേ വീട്ടിലൊരു മിഷൻ ഉണ്ടായിരുന്നു, അത് ഉഷയുടെ തന്നെ ഇങ്ങനെ ചവിട്ടണം. അതില് പക്ഷെ അത് ചവിട്ടാനുള്ള ആരോഗ്യമൊന്നും എനിക്ക് ഉണ്ടായില്ല. എന്നാലും ഞാൻ അതില് ചെയ്യുമായിരുന്നു. അത് ചെയ്തോണ്ടിരിക്കുന്ന കയ്യില് സൂചിയൊക്കെ കയറി അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ആദ്യമായിട്ട് മോള് തയ്ച്ചത് മോളുടെ ചേച്ചിയുടെ ഈ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ് മോള് തയ്ച്ചത്. അത് സ്വന്തമായിട്ട് ഇടാനുള്ള ഒരു ആഗ്രഹത്തില് അതിൽ നിന്നാണ് പിന്നെ ഇത് ഇതിലേക്ക് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതന്ന് തയ്ച്ചപ്പോഴത്തേനും എല്ലാരും ഞാൻ തന്നെ തയ്ച്ചെന്നാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞെന്നാ ഇതിന് തന്നെ ചേർത്താ മതി. അച്ഛനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനോട് ഇഷ്ടം, വേറെ അച്ഛനും കലാകാരനാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ കാര്യങ്ങളോട് അച്ഛനും ഇഷ്ടം. അങ്ങനെ എന്നെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ചേർത്തത്. പിന്നെ ഞാനൊരു ചെറിയ മിഷൻ വാങ്ങിയിട്ടുണ്ടായി. എന്നാലും അത് പഠിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ ഒരു പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ കുഞ്ഞു മെഷീനല്ലേ. അപ്പൊ പിന്നെ ഞാൻ പിന്നീട് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായി. അപ്പൊ അത്യാവശ്യം ബോൾ ഗൗൺ അതിൽ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. ആ ഒരു ചെറിയ മെഷീനിൽ തന്നെയാണ് ഇത് മൊത്തം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള ഒരു 50 മീറ്ററിന്റെ ഒക്കെ ഗൗൺ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കംപ്ലൈന്റ് ആവുമായിരുന്നു മെഷീൻ, കുട്ടി മെഷീൻ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ വീഡിയോ ഇടുമായിരുന്നു, പോസ്റ്റ് ചെയ്ത് അതിന് അത്യാവശ്യം റീച്ച് കിട്ടി. അത്യാവശ്യം ഇന്റർവ്യൂ ഒക്കെ ആയപ്പോഴത്തേക്കിനായിരുന്നു ഇവിടെ നിന്ന് ഉഷയുടെ അവിടുന്ന് ഉഷയുടെ ഒരു പവർ മെഷീൻ തന്നിട്ടുണ്ടായി. അത് കിട്ടി. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര, അതിന് മുമ്പായിട്ട് ഞാനൊരു മെഷീൻ എടുക്കാൻ വേണ്ടി ഇരിക്കണേ. പവർ മെഷീൻ തന്നെ എടുക്കണമെന്ന് ഓർത്താണ്. എന്നാല് EMI ആയിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഇവിടുന്ന് ഈ മെഷീൻ തന്നിട്ടുണ്ടായി. നല്ല അത് കിട്ടിക്കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ബിസിനസ് ആയിട്ട് തുടങ്ങി. ഇപ്പൊ മോള് ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്? ഞാനൊരു ഉഷയുടെ തന്നെ ഒരു പവർ മെഷീൻ യൂസ് ചെയ്യാനുണ്ട്, ഉഷയുടെ തന്നെ ഒരു ഇന്റർലോക്ക് മെഷീൻ. ഈ രണ്ട് മെഷീൻസ് ആണ് മോള് യൂസ് ചെയ്യുന്നത്. ശരിക്കും ലോക്ക് സ്റ്റിച്ച് എന്തിനാണ് മോള് യൂസ് ചെയ്യുന്നത്? കാരണം ഈ ഗൗൺസിനൊക്കെ അതിന്റെ ആവശ്യം വരുന്നുണ്ടോ നമുക്ക്? സൈഡ് എഡ്ജ് റോളിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ളതിനൊക്കെ എല്ലാത്തിനും ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ രണ്ട് മെഷീൻ വെച്ചിട്ടാണ് മോളുടെ വർക്കുകൾ മൊത്തം നടക്കുന്നത്. അപ്പം അത്യാവശ്യം എല്ലാ നല്ല രീതിയിലുള്ള വർക്കുകൾ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കുഞ്ഞു ഡ്രസ്സുകളെ എടുക്കുമായിരുന്നു പണ്ട്, വെഡിങ് ഗൗൺ അല്ലാണ്ട്. പക്ഷെ അത്യാവശ്യം എനിക്ക് വെഡിങ് ഗൗൺ കിട്ടണോണ്ട് അത് നിർത്തി. സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ചോദിക്കുക, ഒരു മന്ത്ലി മോൾക്കൊരു എത്ര രൂപ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ? കാരണം എന്ന് വെച്ചാൽ മോളെ, ഇത് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവർക്കൊരു മോട്ടിവേഷന് വേണ്ടിട്ട് ചോദിച്ചതാണ്. ഒരു
30 തൊട്ട് ഒരു ആ. 50 വരെ. ഈ ചെറിയൊരു ഈ രണ്ട് മെഷീൻ വെച്ചിട്ട് മോൾക്ക് അത്ര സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല കാര്യം. അപ്പൊ മോള് ഈ രണ്ട് മെഷീനും അഭിലാഷ് ഏജൻസീസ് നിന്നാണ് എടുത്തത്. അപ്പം എങ്ങനെ മോക്ക് അത് പെട്ടെന്ന് ഈ അഭിലാഷിന്റെ കോണ്ടാക്ട് കിട്ടിയത്? അത് എന്റെ വീഡിയോ അത്യാവശ്യം റീച്ച് ചെയ്തപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അത് കണ്ടിട്ട് അഭിലാഷ് ചേട്ടനും അവിടുന്ന് എല്ലാരും വിളിച്ചിട്ടുണ്ടായി. പിന്നെ പെർമിഷൻ തരാൻ നേരത്ത് അവിടുന്ന് എല്ലാരും കൂടിയിട്ട് വീട്ടിൽ വരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നീട് ഞാൻ ഇന്റർലോക്ക് മിഷൻ വാങ്ങാൻ പോയി അവിടെ അഭിലാഷ് പോയി. അവിടെ ചെന്നിട്ട് അതും എനിക്ക് അങ്ങനെ കിട്ടി. അപ്പൊ ഈ രണ്ട് മെഷീനാണ് മോള് യൂസ് ചെയ്യുന്നത്. ഉഷയ്ക്ക് പവർ മെഷീൻ അല്ലാണ്ട് വേറെ മെഷീൻസ് ഒക്കെ ഉണ്ടാ? മോക്കറിയാവുന്ന ഇത് മാത്രമേ ഉള്ളൂ ഉഷയ്ക്ക്? ഇല്ല, ഞാൻ അവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ടായി ഒരു. ശരിക്കും ഉഷയ്ക്ക് ഒരുപാട് ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ മെഷീൻസ് മാത്രമാണ്. ഇത് മാത്രമല്ല, നമുക്ക് സാധാരണ ആൾക്കാർക്ക് വീട്ടിൽ തയ്ക്കുന്ന മെഷീൻസ്, ചവിട്ടി ഉപയോഗിക്കുന്ന മെഷീൻസ്, പിന്നെ ജെനോമി എന്ന് പറയുന്ന വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മൾട്ടിപർപ്പസ് യൂസേജുള്ള ഒരു ടൈപ്പ് മെഷീനുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് മെഷീൻ ഉണ്ട്. ഉഷ എന്ന് പറയുന്ന കമ്പനി ശരിക്കും നമ്മളൊക്കെ ഉണ്ടാവണേക്കാൾ മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. എന്താ ഉഷ എന്ന് വന്നതെന്ന് അറിയോ? ഉഷയുടെ പേര് എങ്ങനെ വന്നു എന്നറിയോ? അതായത് ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ചാൽ ഒരു ശ്രീറാം ഗ്രൂപ്പ് കൺസേൺസിന്റെ ഒരു വിഭാഗം മാത്രമാണ് ഉഷ. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു തയ്യൽ മെഷീൻ ഉണ്ടാക്കി തന്ന എഞ്ചിനീയറുടെ മകളുടെ പേരാണ് ഉഷ. അതായത് ഇന്ത്യയില് ഒരാള്, അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മെഷീൻസ് എല്ലാം വെളിയിൽ നിന്ന് വരുമായിരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന്. ഇന്ത്യയിൽ ഒരാളിത് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ആളുടെ അയാളിങ്ങനെ പല ആൾക്കാരോടും ഇതിങ്ങനെ വാണിജ്യമായിട്ട് ഇത് വികസിപ്പിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി സമീപിച്ചു. പലരും ഇത് അന്ന് സമ്മതിച്ചില്ല. അങ്ങനെ ശ്രീറാം ഗ്രൂപ്പിന്റെ ഒരു ആളെയാണ് ഇത് കണ്ടിട്ട് ഇത് ശ്രീറാം ഗ്രൂപ്പ് സമ്മതിച്ച് ഈ മെഷീൻസ് വലിയ രീതിയിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇതിനൊരു പേര് ഇടണമല്ലോ. അപ്പൊ ഇയാളോട് ചോദിച്ചു, ഇതെന്താണ് ഇതിന് പേര് കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകള് മാത്രമേ ഉള്ളൂ, വൈഫില്ല. അങ്ങനെ ആ എഞ്ചിനീയർക്ക് ആ എഞ്ചിനീയറുടെ മകളുടെ പേരാണ് ഉഷ. ആ പേര് വെച്ചിട്ടാണ് ഈ ബാക്കി മെഷീൻസ് വന്നു. അതിന്റെ പുറകെ പിന്നെ ഹോം അപ്ലയൻസസ് ആയി, ഫാൻസ് ആയി, അങ്ങനെ ഉഷയ്ക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഏകദേശം ഒരു 3000 crore ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഉഷ. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ ഓഫീസുകൾ, ഒരുപാട് ഡീലേഴ്സ്. അഭിലാഷ് ഏജൻസീസ് നിന്ന് ഇപ്പം മോള് ഈ മെഷീൻ വാങ്ങിയില്ലേ, അത് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ സെൻട്രൽ പാർട്ട് മൊത്തം നോക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 300-350 ഡയറക്റ്റ് ഡീലേഴ്സ് നമുക്ക് ഉഷയ്ക്കുണ്ട് എല്ലാ സ്ഥലത്തും ഇതിന്റെ സർവീസ് കാര്യങ്ങൾ കൊടുക്കാൻ. അതാ പറഞ്ഞ്, തയ്യൽ മെഷീനിൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് മെഷീൻസ് കമ്പനിക്കുണ്ട്. ഈ സൂയിങ്, ഈ തയ്യൽ മാത്രമല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും കലാവാസനകൾ ഉണ്ടോ കൊച്ചിന്? ഞാൻ ഫസ്റ്റ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പടം വരയ്ക്കുവായിരുന്നു. അതിന്റെ അകത്ത് എന്തൊക്കെ എന്ന് പറയുമ്പോ ഓയിൽ പെയിന്റ് അതാ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ്, അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായി. ഓ അത് ശരി, ഇതിപ്പോ ആദ്യമായിട്ടല്ല. ഇല്ല, പല പല ഇതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അത്യാവശ്യം എനിക്ക് എന്താ പറയേണ്ടത്, എന്നെ എല്ലാരും അറിയപ്പെടണം, ആ ഒരു മൈൻഡായിരുന്നു ആഗ്രഹം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഡ്രോയിങ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായ. പക്ഷെ അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണ്. എത്ര വലിയ ഗൗണാണെങ്കിലും 11 വരെ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. രാത്രി 3:30 വരെയൊക്കെ ആവും കിടക്കും. 3:30യോ? അയ്യോ. ശരിക്കും മോക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 21. ഇപ്പോ എനിക്ക് തോന്നുന്നു എത്ര വർഷം മുമ്പ് നമ്മള് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്? അതായത് തയ്ച്ച് കൊടുത്ത്, അതായത് ഈ ഗൗണുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി? അത് 16 വയസ്സായി. 16 വയസ്സില്. ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. കാരണം സാധാരണ ഈ ഏജിലുള്ള പിള്ളേർ എല്ലാവരും മൊബൈലും കുത്തി, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലാണ് എല്ലാവരും പോവാ. പക്ഷെ അതിന്റെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന രീതിയിൽ എയിം ചെയ്യാവുന്ന ലെവലിലേക്ക് മോൾ എത്തിയില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു അപ്രീസിയേഷൻ കൊച്ചിന് തരേണ്ടതാണ്. എനിക്കിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. പക്ഷെ വീട്ടിൽ പറഞ്ഞ അത് നടക്കാൻ അച്ഛൻ മാത്രമേ വീട്ടിൽ പണിക്ക് പോകുള്ളൂ. അമ്മക്കാണെങ്കിലും ഇങ്ങനെ എന്റെ അച്ഛന്റെ അമ്മക്ക് വയ്യാണ്ടിരിക്കണോണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛനോട് എപ്പോഴും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ, അതായത് സെൽഫ് ഒരു ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പരിപാടിയാണ്. അച്ഛൻ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് നമുക്ക് ഒരു, നമ്മൾ എന്താ പറയാ, നാട്ടിലെല്ലാവരും പറയില്ലേ, നമ്മുടെ കാലിൽ നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പക്ഷെ നല്ലതാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഈ സമൂഹത്തില് മോളുടെ ഏജിലുള്ള ഒരു കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യുന്നവരില്ല. എന്റെ അച്ഛനെ സഹായിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് നോക്കിയിട്ടൊന്നുമല്ല. എല്ലാവരും എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ബുദ്ധിമുട്ടിക്കലാണ് സാധാരണ നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മോളുടെ സ്റ്റോറി. അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ശരിക്കും ഒരു അപ്രീസിയേഷൻ കിട്ടേണ്ട ആളാണ് താൻ. വേറെ എന്തൊക്കെയാ കൊച്ചിന്റെ ഇപ്പൊ ഈ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മോൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ എന്തൊക്കെയാ? ഇപ്പൊ വീട് വെക്കണുണ്ട്. തേപ്പായി, മഴ ആയതുകൊണ്ട് നിർത്തി. അതായത് മോളുടെ വരുമാനത്തിൽ നിന്നാണോ വീട്ടിലോട്ട് എത്തിയത്? ആണോ? ഓ, അത് വലിയ കാര്യമാണല്ലോ. മോള് മാത്രം വർക്ക് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട്. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് വീടാ മോൾ ഇപ്പൊ ചെയ്യുന്നത്? 1400. ആഹാ, മോശമല്ല.
അപ്പം ഒരു ഫ്ലോറിലാണോ അത് 2 ഫ്ലോറിലാണോ? രണ്ടായിട്ടാ ചെയ്യാം. ഓ ശരി. അപ്പം ഇതിന് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ആയിട്ട് വല്ല സ്റ്റുഡിയോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഈ ബുട്ടീക്ക് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ? വീട്ടില് തന്നെയല്ല, വീട് വെച്ച് കഴിഞ്ഞ് അത് മൊത്തം കഴിഞ്ഞിട്ട് വേണം ഷോപ്പ്. വീട്ടിലല്ല, പുറത്ത് എവിടെയെങ്കിലും. ഞാനിപ്പോ ഒരു ഷോപ്പ് നോക്കണുണ്ടേ, പക്ഷെ എന്തായാലും ഇത് കഴിയട്ടെ എന്ന് വെച്ച് വീട് പണി കഴിഞ്ഞതിന് ശേഷം. അത് ശരി. ഇപ്പം മോള് തന്നെയുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നു, അപ്പൊ മോക്ക് തന്നെ ഈ വർക്കുകളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ഒറ്റക്കായോണ്ട് വെഡിങ് ഗൗൺ മാത്രമാക്കിയത്. മുമ്പാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെറിയ ഡ്രസ്സുകളും വെഡിങ് ഗൗണും കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒറ്റക്കായോണ്ട് നമുക്കിപ്പോ ഒരു മാസം ഒരു 5 ഗൗണൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ഹെവി ആണല്ലോ ഡ്രസ്സ്. രാത്രിയും പാലൊക്കെ ചെയ്യുമ്പോഴാ തീരണം. അതുകൊണ്ട് ഇപ്പൊ അത് മാത്രമാക്കി ഒറ്റക്കാ ചെയ്യണം. ഈ ഒരു ഐറ്റം മാത്രമാക്കി, ഈ വെഡിങ് ഗൗണുകൾ മാത്രം, അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാണ്, വേറെ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ മുന്നേ വേറെ ഏതെങ്കിലും വർക്കുകളൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നോ? ആ ടൈമിന് ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടേ കൊടുക്കും. ഇപ്പൊ കൊറിയർ അയക്കണ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളത്ത് അല്ലെ ആലപ്പുഴ അവിടെയൊക്കെ ആണെങ്കിൽ കൊണ്ടേ കൊടുക്കും. ചെറിയ ഉടുപ്പൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടേ കൊടുക്കും. പിന്നീടാണ് DTDC അങ്ങനെയൊക്കെ കുറെ കൊറിയർ അയക്കുക ചെയ്യണം. വെളിയിലേക്കൊക്കെ അയക്കുന്നുണ്ടോ ചേച്ചി? ഇന്ത്യക്ക് വെളിയിലേക്കൊക്കെ? ശരി. അപ്പൊ അവിടെ നിന്നൊക്കെ എങ്ങനെ ഈ ഓർഡേഴ്സ് ഒക്കെ വരിക? അവിടുന്ന് അവര് ഓൺലൈനായിട്ട് മെഷർമെന്റും കാര്യങ്ങളും അയച്ചു തരും, വാട്സാപ്പിൽ ചെയ്യും. ഇവിടുന്ന് പോസ്റ്റ് വഴി അയക്കും, അങ്ങോട്ടേക്ക് അയക്കും. അപ്പൊ എങ്ങനെ ഇതിന്റെ പേയ്മെന്റ്സ് ഒക്കെ തരിക ആൾക്കാര്? അങ്ങോട്ടേക്ക് ഞാൻ കൂടുതൽ അയക്കാറില്ല, അത്യാവശ്യം റേറ്റ് കൂടുതലല്ലോ, അതുകൊണ്ട് വെളിയിലോട്ട് അയക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള പോകുന്ന ആൾക്കാരുടെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ പോകുമ്പോ എടുത്തിട്ട് പോകും അങ്ങനെ. അത് ശരി. അപ്പൊ വിദേശത്ത് നിന്ന് വരെ ഇപ്പൊ ഓർഡേഴ്സ് വന്നു തുടങ്ങി. അപ്പൊ ചെറിയ ആളല്ല. ഇവിടെ ഉള്ളവരധികം തരാറില്ല, മൊത്തം പുറത്തുനിന്നാണ്. ഓ ശരി. ഓക്കെ. ഈ ഗൗൺസ് കൂടുതലും ഈ പറയുന്ന ഈ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നമ്മളുടെ കൂടുതലും ബിസിനസ് നടക്കുന്നത്? പിന്നെ ഹൈദരാബാദ്. കേരളത്തിന് വെളിയില്ല, അതായത് ഇന്ത്യക്കകത്ത് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ? കൂടുതലും അവിടെ നിന്നാണ്, ഹൈദരാബാദിൽ നിന്നാണ്. വേറെ എന്താ കൊച്ചിന്റെ ഒരു ആഗ്രഹം? ഇതിപ്പോ മോള് PU ലെവലിലേക്ക് എത്തി. സാധാരണ ആദ്യം മോള് പറഞ്ഞു ഒരു ചെറിയ തയ്യൽ മെഷീനിൽ തുടങ്ങി, ഇപ്പോ 2 മെഷീൻ ഉണ്ട്, ഒരു സിംഗിൾ മെഷീൻ, ഒരു പവർ മെഷീൻ ഉണ്ട്, ഓവർലോക്ക് ഉണ്ട്, 5 ത്രെഡ് ഓവർലോക്ക് അല്ലേ? അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ടാണ് ഈ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ വീട്, വേറെന്താ മോളുടെ ആഗ്രഹം? ഇപ്പൊ ഇതാ ആഗ്രഹം, വേഗം വീട് വെക്കണം, വീട് പണി തീർക്കണം. അത് എന്റെ കാശ് തന്നെ ആയിരിക്കണം. മോളുടെ കാശ് കൊണ്ട് തന്നെ. അല്ല, ഞാനും കൊച്ചിന്റെ 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരു കുടുക്കയിലൊക്കെ കുറെ പൈസയൊക്കെ ഇട്ട് ഗോൾഡ് വാങ്ങാൻ പോകുന്നതും ഒക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാല് ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങളാണത്. ഞാൻ ഇപ്പോഴും കുടുക്കയെ കൂട്ടിയിട്ട് തന്നെ വീട് വെക്കണത്. ബാങ്കിൽ കൊണ്ടുവിടണം കേട്ടോ, കുടുക്കയില് വീട്ടിൽ തന്നെ വെച്ചേക്കുന്നു. അതായത് പണ്ട് ചെറിയ പൈസയൊക്കെ ഇട്ട് വെക്കാൻ കുടുക്ക വെക്കുക, ഇപ്പൊ മോള് അതല്ല, ചെറിയ കാശിൽ നിന്ന് വലുതിലേക്ക് മാറി. അപ്പൊ അതുകൊണ്ട് അത് ബാങ്ക് ചെയ്യണം, കാരണം വീട്ടിൽ തന്നെ കുടുക്കയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും വരും അതിൻ്റെ അകത്ത്. ഇപ്പൊ മോള് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് തുടങ്ങുവാണെങ്കിൽ കുറച്ചൊരു 1-2 പേരെയൊക്കെ വെക്കേണ്ടി വരുമല്ലോ. ഞാൻ ആളെ നോക്കണുണ്ട്, ഓണം ആയതുകൊണ്ട് ആരും ആളെ നോക്കാൻ തുടങ്ങി. അപ്പൊ ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു അല്ലേ? അടിപൊളി. മോളെ പോലെ ശരിക്കും ലോകത്ത് ഒരുപാട് പേരുണ്ട്, കഴിവുണ്ട്. അത് എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് അറിയാത്ത കുറെ ആളുകളുണ്ട്. പലർക്കും ഇത് ഞാൻ പറഞ്ഞ തയ്യൽ മാത്രമല്ല, അല്ലെങ്കിൽ സ്വയിങ് മാത്രമല്ല, പല മേഖലകളിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് മോക്ക് എന്താ പറയാനുള്ളത്? എന്താ, എനിക്ക് ആദ്യം തന്നെ അത്യാവശ്യം തന്നെ കുറെ കാര്യങ്ങൾ പറ്റാണ്ടിരുന്നിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ പലരും കാരണം നടക്കാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരാളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. പിന്നെ കൊറേ പ്രാവശ്യം നമ്മള് ചെയ്യണ കാര്യത്തില് എന്താ പറയണ്ട, ആദ്യം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് നടന്നില്ല. പിന്നെ എനിക്ക് പിന്നെ വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷെ എന്റെ ഈ ഫോൺ ഉണ്ടായില്ല. ഒരു 7000 രൂപയുടെ ഒരു പൊട്ടിയ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ അടിച്ചത് പറഞ്ഞിട്ടുണ്ടായി. അവനൊരു ക്യാമറ കൊണ്ടുവന്ന് കുറെ വീഡിയോസ് ഞാൻ എടുക്കുമായിരുന്നു, എന്നാലും അതിന് വ്യൂസ് കയറിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നല്ല വീഡിയോ ഇടണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടായി. അതും തപ്പി കുറെ നടന്ന അവസാനം ഒരു മുണ്ട് വെച്ചിട്ടൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെ കുറെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പലക വെച്ച് ഒരു വൈറ്റ് മുണ്ടൊക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്ത് നിന്ന് വീഡിയോ ഇട്ട്, പക്ഷെ അവിടെ വെച്ചിട്ട് എടുക്കാൻ സ്റ്റാൻഡ് ഉണ്ടായില്ല. പൈസ അന്ന് ഇനി ഒരു 10 രൂപ ഉണ്ടായില്ലേ. പിന്നെ മീഷോയിന്ന് ഏറ്റവും വില കുറഞ്ഞ സ്റ്റാൻഡ് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വീഡിയോ ഇട്ട് വ്യൂസ് കയറിയില്ല, രണ്ടാമത്തെ വീഡിയോ ഇട്ട് ഇത്തിരി വ്യൂസ് കയറി, അത് എന്തോ 1 മില്യൺ ആയി. പിന്നെ അങ്ങനെ വീഡിയോ ഇട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കി എങ്ങനെ എത്തിയത്. ഫസ്റ്റ് തന്നെ നമ്മ ഇപ്പൊ ചെയ്തിട്ട് അത് സക്സസ് ആയില്ലെന്ന് പറഞ്ഞ് നിർത്തരുത്, നമ്മ ചെയ്തോണ്ടേ ഇരിക്കും. അതാണ് മോൾക്ക് ഈ ഇതുപോലെ പല കഴിവുകളും കൊണ്ടാണ് അത് തുടങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള
ഒരു ഉപദേശം മോൾക്ക് അതാണ് കൊടുക്കാനുള്ളത്. ഞാൻ എന്റെ വീഡിയോ എല്ലാം വ്യൂസ് എനിക്ക് ആദ്യം എന്തോ 1000 ഫോളോവേഴ്സ് പോലും ഇൻസ്റ്റ ഉണ്ടായിട്ടുണ്ടായില്ല. എനിക്കൊരു 1000 ഫോളോവേഴ്സ് എങ്കിലും വേണമെന്നായിരുന്നു എന്റെ ആദ്യത്തെ ആഗ്രഹം. എന്നിട്ട് ഇപ്പൊ എത്ര പേരുണ്ട് മോക്ക്? ഇപ്പൊ 6 ലക്ഷം ഓ തോന്നുന്നു. അത്ര ഉണ്ട്. എന്താ ആ ടൈമിന് 10,000 ഫോളോവേഴ്സ് ആയപ്പോഴത്തേക്കിനും ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ എടുക്കണം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി. അന്ന് എനിക്ക് കുറെ പിള്ളേര് മെസ്സേജ് എന്താ ചേച്ചിന്റെ വീഡിയോ കണ്ടിട്ട് ഇനി തൊട്ട് ഞാനും വീഡിയോ എടുക്കും, ചെന്നാൽ എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, എനിക്ക് വീട്ടിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ എടുക്കാണ്ടിരുന്നത്. ഇനി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് വീഡിയോ ഇടും എന്നൊക്കെ. അതായത് ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടും. അപ്പൊ ശരിക്കും പറഞ്ഞ മോളിപ്പോ യൂട്യൂബിൽ ഒരു മോട്ടിവേറ്ററായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റിച്ചിങ് മാത്രമല്ല അല്ലേ? അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചിട്ട്. എനിക്കിപ്പോ ഈ ഇടക്ക് ഒരു കൊച്ച് മെസ്സേജ് അയച്ചായിരുന്നു. ആ കൊച്ചു ചെറിയൊരു ബിസിനസ് തുടങ്ങി. ഇപ്പൊ അവര് അത്യാവശ്യം നന്നായി. ആ കൊച്ച് എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു. ഓ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നു. ആയി ശരി. അപ്പൊ ശരിക്കും പറഞ്ഞാല് വെറും ഇൻഫ്ലുവൻസർ അല്ല, ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടി ആയി മാറിയതാൻ അല്ലേ? ചെറിയ കാര്യമല്ല കേട്ടോ. ശരിക്കും ഇതുപോലത്തെ എന്തെങ്കിലും കുറച്ച് മോട്ടിവേഷൻ വീഡിയോ കൂടെ മോളുടെ ചാനലിൽ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എങ്ങനെ മോള് വന്നു, മോളുടെ കഥ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അത് ആളുകൾ അറിയണം. കാരണം ഒരുപാട് പേര് മോളെ പോലെ കഴിവുള്ള ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ പല രീതിയിലും പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മോളെ പോലുള്ള ആൾക്കാരുടെ സ്റ്റോറികൾ ആളുകൾ കേൾക്കണം, എങ്കിലാണ് പലർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു സജഷനാണ് മോളുടെ പല കാര്യങ്ങളും മോൾ ഇതുപോലെ ചാനലിൽ പേഴ്സണൽ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ പോലെ കൊടുക്കണം, എങ്കിലാണ് പുതുതലമുറയ്ക്ക് അതൊരു ഗുണകരമായി ചെയ്യത്തുള്ളൂ കേട്ടോ. മോളുടെ ഈ സക്സസ് സ്റ്റോറി കണ്ടിട്ട് മോളിപ്പോൾ മെഷീൻ വാങ്ങിയില്ലേ അഭിലാഷ് ഏജൻസീസ്, അതിന്റെ MD അഭിലാഷ് പുള്ളി ഒരു നല്ല ഡിസിഷൻ എടുത്തിട്ടുണ്ട്. 25 വർഷം അഭിലാഷ് ഏജൻസീസ് പൂർത്തീകരിക്കുകയാണ്. ഈ വരുന്ന ചിങ്ങ 1-നാണ് അവർ 25 വർഷമായി. അഭിലാഷിന്റെ ഫാദറും ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റാഫായിരുന്നു. പുള്ളിയുടെ റിട്ടയർമെന്റിന് ശേഷമാണ് ഈ കട തുടങ്ങിയത്. 2000-ലാണ് അവർ ഒരു ചെറിയ ഷോറൂമായിട്ട് തുടങ്ങി. ഇപ്പൊ ഈ വലിയ രീതിയിലേക്ക് അവരെത്തി. അപ്പൊ 25 വർഷമായതിന്റെ ഒരു ആഘോഷമായിട്ട് 25 പേർക്ക്, അത് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ്. അപ്പൊ പുള്ളി ഞങ്ങളെ വിളിച്ച് പറയുകയും ചെയ്തു, മോളുടെ ചാനലിലൂടെ മോളുടെ വ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട്. അതൊരു നല്ലൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോളോടും കൂടെ പറയുവാണ്, എനിക്ക് തോന്നുന്നു വലിയ താമസമില്ലാതെ അഭിലാഷയെ മോളെ അറിയിക്കും. മോളുടെ ചാനലിലൂടെയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോളുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, നല്ല വീഡിയോസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാ, മോള് തന്നെയാണോ ഇത് സെൽഫായിട്ട് ഷൂട്ട് ചെയ്യുക? അതിന്റെ എഡിറ്റിംഗും പാട്ടെല്ലാം മോള് തന്നെയാണോ നോക്കുന്നത്? ഇല്ല, വീഡിയോ എടുക്കണം മാത്രമേ ഞാൻ ചെയ്യാനുള്ളൂ. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആഡിക്സ് ചെയ്യണം. ആഡിക്സ് ആരാണ്? ആഡിക്സ് എന്റെ ഫ്രണ്ടാണ്. എന്താ ആദ്യം തൊട്ടേ അവൻ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ. ഇപ്പൊ അച്ഛനും അവനും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പൈസ ഇല്ലാത്ത ആളായിട്ട് എന്തിനും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ ആളുകൾ ചോദിക്കുവായിരുന്നു. എന്റെ ഫാമിലിയിലാണെങ്കിലും കൂടുതലും പേര് അങ്ങനെ തന്നെ. അച്ഛന്റെ കൂട്ടുകാർക്ക് എന്നെ കാണും ചീത്തക്ക് പറയും, ഇങ്ങനെ ഇത്രയും പൈസ ഇല്ലാണ്ടിരിക്കണല്ലേ, എന്തിനാ ഇങ്ങനത്തെ വലിയ ആഗ്രഹം. ഫ്രണ്ടാണ് ആഡിസാണ് ഇത് ബാക്കി എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. അതൊക്കെ പുള്ളി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. എന്താ ഇപ്പഴുള്ള എന്റെ യൂട്യൂബ് ചാനൽ ശരിക്കും എന്റെ അല്ല, അവന്റെതാ. അവനാ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവന് യൂട്യൂബറാണെന്നായിരുന്നു ആഗ്രഹം. അവന് നടക്കാൻ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ മോളുടെ ചാനൽ അങ്ങനെ കയറി ഹിറ്റായി മാറി അല്ലേ? അപ്പൊ ഈ നാട്ടിലും ഇങ്ങനെയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തിനാണ് ചാനല് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാല് എനിക്ക് ഇങ്ങനെ ബോൾ ഗൗണൊക്കെ ഇടാൻ ആഗ്രഹമുള്ളപ്പോ അച്ഛനോട് ഞാൻ പറയും, അച്ഛന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ പൈസ തരും. പക്ഷെ എന്താ അച്ഛന്റെ കൂട്ടുകാരാണേലും ഫാമിലിയിലാണേലും കുറെ പേര് എന്തിന് ഇത്രയും കാശ് മുടക്കണം എന്നായിരിക്കണം. അങ്ങനെയൊന്നും ചെയ്യണ്ട, കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ആദ്യം ഇത്തിരി കാശ് മുടക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് ഞാൻ അവരോടൊപ്പം പറയാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടതും കാര്യങ്ങളും. അല്ല മോളെ, എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആരും ലൈഫിൽ വിജയിച്ച ആൾക്കാർക്കെല്ലാം പുറയിൽ ഒരു തിക്താനുഭവങ്ങൾ എവിടെയെങ്കിലും കാണും. അല്ലാതെ ഒരാളും വിജയിച്ചിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് എന്താ പറയാ, ഒരു സിനിമയിൽ പറയുന്നത്, വെള്ളം സിനിമയിലെ മറ്റേ ഇൻസൾട്ടാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ലേ, അതൊക്കെ സത്യമാണ്. അതുപോലെ തന്നെ ഒരു സമയത്ത് നമുക്കൊരു ഇൻസൾട്ട് പോലെ തോന്നിയിട്ടുണ്ടാവാം. അതായിരിക്കാം കൊച്ചിന് അതിന് കിട്ടിയ ഒരു പ്രേരണ. അതുകൊണ്ട് എന്താ ഇപ്പൊ ഈ ലെവലിലെത്തി, ഇതിനേക്കാൾ വലിയ ലെവലിലേക്ക് മോള് പോകും. വലിയ ഒരു ബുട്ടിക്കോ എല്ലാം ചിലപ്പോൾ നമുക്ക് തുടങ്ങാൻ സാധിക്കും. തീർച്ചയായിട്ടും എന്തായാലും കൊച്ചിന്റെ ഒരു കഴിവ് വെച്ചിട്ട് എന്തായാലും പറ്റും. കൂടെ ആഡിസുണ്ട്, അച്ഛനുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളുടെ? അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛൻ്റെ അമ്മ. അച്ഛനും അമ്മ, എത്ര പേരാണ്? അപ്പോ ഫുൾ ഫാമിലി സപ്പോർട്ടാണോ അല്ലേ? അച്ഛനും അച്ഛനും അമ്മയും.
അപ്പം എന്താ പറയാ, എല്ലാവിധ ഭാവങ്ങളും നേരുവാണ്. നമുക്കൊരു നല്ല ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഒരു കുറച്ച് പേർക്ക് ജോലി കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു വലിയൊരു സംരംഭകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.